ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പം പോകാൻ പോകുന്നത് മിറാക്കൽ ഗാർഡനിലോട്ടാണ്. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നാ? അല്ല, എത്ര മിനിറ്റ് ആണ്? യൂണിയനിലെത്താനാണ്. പിന്നെ അവിടുന്ന് മെട്രോ പോകണം. പിന്നെ അവിടുന്ന് ഒരു ബസ് വരണം. ഓക്കെ. ഇവിടെ ഇപ്പം ബസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് കാണാം. മിസൈലുകളൊന്നും ഇല്ലല്ലോ അമ്മ. അപ്പം നമ്മളിപ്പം സിഗ്നലിൻ്റെ അവിടെ എത്തി. ഇനി നേരെ പോയാൽ ബസ് സ്റ്റേഷനാണ്. ഇന്ന് ബസ്സിലാണ് പോണത്. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകണം. ഇവിടെ നിന്ന് ഇനി പോയി അനിയത്തി വരാണ്ട്. അങ്ങോട്ടല്ലേ പോലെ നമ്മൾ യൂണിയനിൽ പോയി അല്ല, അത് അങ്ങോട്ടല്ലേ ഇനി കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. ബസ്സുകളൊന്നും കാണാനില്ല. സാധാരണ ഈ ലൈറ്റ് കത്തുന്ന ഏരിയയിലൊക്കെ കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഒരു ബസ്സുമില്ല. നോക്കട്ടെ ഈ ബസ് ഉണ്ടോ. ബസ് സ്റ്റേഷൻ ഓപ്പണാണ്, ബസ് കാണാനില്ല. ഈ ടൈമിലൊക്കെ ഉള്ളതല്ലേ അമ്മ? ഈ ടൈമിലൊക്കെ ഓപ്പൺ ആവണല്ലേ? കാണാനില്ലല്ലോ. ആൾക്കാരിപ്പോൾ ഉണ്ട് അവിടെ. അവിടെ ആൾക്കാരുണ്ട്. നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു. മൊത്തം വെള്ളം. ഇന്നലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ ശേഷം രാത്രി കിടക്കണം ഉറങ്ങിയപ്പോൾ എന്നെ അറിഞ്ഞില്ല. നല്ല ഉറക്കം ഇറങ്ങി. മൊത്തം വെള്ളം. ഈ ഏരിയ മൊത്തം വെള്ളമാണ്. നമുക്ക് പോവാനുള്ള ബസ് ഡ്യൂ വരുന്നു. ഇല്ല, തന്നെ ഡബിൾ ഡെക്കറാണ് നമുക്ക് പോവാനുള്ള ബസ്. അങ്ങനെ നമ്മൾ മോളിൽ കയറി ടോപ്പിലെത്തി. ബസ്സിൻ്റെ ഏറ്റവും ടോപ്പിൽ. الموقف التالي عجمان غراند نورت. Next stop is Ajman.
Grand Mart. الموقف التالي عجمان سفير مول. Next stop is Ajman Safir Mall. الموقف التالي عجمان سفير مول. Next stop is Ajman Safir Mall. അപ്പോൾ ഗൈസ് നമ്മൾ മിറാക്കിൾ ഗാർഡനിലെത്തി. ഉള്ളിലോട്ട് കയറണം. 9 മണിയായതേ ഉള്ളൂ, മൊത്തം ക്രൗഡായി. ഇങ്ങനെ കൗണ്ടറിലേക്കാണ് ഇപ്പം. മഴ പെയ്തു ഇതിൻ്റെ ഇടയിൽ മഴ പെയ്ത് മൊത്തം എല്ലാവരും നനഞ്ഞ്, നമ്മൾ ഉൾപ്പെടെ നനഞ്ഞ്. ഇതാ ടിക്കറ്റ് എടുക്കാൻ നിൽക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ഇതിനകത്തോട്ട് പോവാം. ഹലോ ഗേൾസ്, അപ്പം നമ്മൾ ഉള്ളിൽ കയറി ടിക്കറ്റ് കിട്ടി. ഫ്രീ ആണെന്നും പറഞ്ഞ് കയറി വന്നതാ. അപ്പം ക്യാഷ് കൊടുക്കണം. പിന്നെ ക്യാഷും കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറി. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നല്ലൊരു മഴയാണ് കയറിയത്. സെറ്റായി, അടിപൊളി അല്ലേ അമ്മ? അടിപൊളി. അപ്പം പോട്ടെ ശരിയാണപ്പോ. അതാണ് ഏറ്റവും നല്ലത്. ഇത് നോക്കിയാണോ, വെള്ളം മൊത്തം സെറ്റാക്കി. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ അല്ലേ? ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ അല്ലേ? ഇവിടെ ഈ പൂക്കളുടെ അല്ലേ മെയിനായിട്ട്? ഇതിന്റെ ഉള്ളിൽ ഷോപ്പുകളും ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. കൊള്ളാം. ഓ, ഇതാണ് നേരത്തെ ഇവിടെ കിടന്ന് പിന്നെ ആയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവാ മതി. വരാം. ഇതാണ് ഇവിടെ കിടന്ന് സ്പിൻ ആയിക്കൊണ്ടിരുന്നത്. അങ്ങോട്ട് പോയിട്ടാ, അങ്ങോട്ട് അവിടെ പോയി നോക്കിട്ടാ കണ്ണു പോടി.
ഇന്നല്ല, ഇന്നലെ നിർത്തിയിരുന്നു. ഇന്നലെ 4 പ്രാവശ്യം കൊണ്ട് ക്ലോസ് ചെയ്തു. അത്ര ആളായിരുന്നു. പക്ഷെ നമ്മൾ സഭായ കാത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നായി പോയത്. സഭ ഒന്നുമില്ല. അംബ്രല്ല മാത്രം വെച്ചുണ്ടാക്കി ചുമ്മാ കറങ്ങിയിട്ട് ക്ലോസ്ഡ്. ഇവിടെയൊക്കെ ക്ലോസ്ഡാ. മയിലോടെ ഇറങ്ങാവാ. വാവ്, സൂര്യകാന്തിപ്പൂ, സൺഫ്ലവർ. കണ്ട് അടിപൊളി. എന്താ സാധനം? ഗൈസ്, അപ്പം നമ്മളിപ്പം എൻ്റെ ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ടോപ്പ് വ്യൂ ആണ് സെറ്റ്. ടോപ്പിൽ നോക്കിയാൽ എല്ലാം കാണാം. എൻ്റെ നമ്മൾ കയറി ഇവിടെ എത്തി, പാതി എത്തി. ഇവിടെ നോക്കിയാൽ സെറ്റ് ചെയ്യുന്ന 2 ആനക്കുട്ടികൾ നിൽക്കണുണ്ടോ? അതുകൊണ്ട് വരണം, അവിടെ വരണം. പിന്നെ ഫ്രണ്ട് കയറി പറഞ്ഞ എൻട്രൻസിൽ കുതിര, ഹോഴ്സ്. മുകളിലെത്തി. ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. ഇതാണ് ഒരു വ്യൂ. ഇത് നോക്കൂ ഗായ്സ്, ഒരു വിമാനം ഉണ്ടാക്കി വെച്ചേക്കുന്നു പൂവിനകത്ത്. അപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ, അവിടെയൊക്കെ എന്തുണ്ടെന്നൊക്കെ നോക്കട്ടെ. ഇത് കഫ്റ്റീരിയ, നമ്മൾ റെസ്റ്റോറൻറ്റ് ഏരിയയൊക്കെയാണ്. റെസ്റ്റോറൻറ്റ് ഏരിയ ഇവിടെയും കൊള്ളാം. ഇവിടെയാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയാസ്. എന്തോ ഹൈഡ് എയർപ്ലെയിനിൻ്റെ ബാക്കി താഴെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ മോളിൽ താഴെ ഇറങ്ങി. വഴി തെറ്റിപ്പോയി, അങ്ങനെ തിരിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ടോ. ഇനി ഇതിലേക്കൂടെ പോകണം. കറക്റ്റ് ഒറിജിനൽ ഫ്ലൈറ്റിൻ്റെ ഇതിൽ തന്നെ വെച്ചിരിക്കുന്നു. ഇപ്പത്തെത്തിയിട്ടുണ്ട്. എന്തോ ഒരു സാധനം ആളുടെ കയ്യിലിരിക്കണുണ്ടോ? അടുത്ത ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ എയർപ്ലെയിൻ്റെ ഇപ്പം ഓപ്പോസിറ്റ് സൈഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈഡും കൊള്ളാം. കറക്റ്റ് ആ ബേക്കിലെ പെയിൻറ്റിങ് ഉൾപ്പെടെ ഫ്ലവർ വെച്ചാക്കിയേക്കുക. അത് ഗൈസ്, അപ്പം ഇത് അടുത്തൊരു ഏരിയ. അതിൻ്റെ ഒരു സൈഡ് പോർഷനാണ് ഈ ഏരിയ. വേറൊരു കാര്യം വെച്ചിട്ട് അതുകൊണ്ടൊരു ടെഡി ഇരിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ. ആ വലിയൊരു ടെഡീനെ കണ്ട. കറക്റ്റ് ഇപ്പം നോക്കിയാൽ ഫ്ലൈറ്റിൻ്റെ മുട്ടിലെത്തി. ഹലോ ഗൈസ്, ഒരുത്തി പറയണതാ പെൻകിനെ കണ്ടിട്ട് പറയാം പമ്പിനെന്ന്. അമ്മോ, പെൻകിൻ. വയസ്സ് 15ആയി. ഊഞ്ഞാലേ എന്ന് പറഞ്ഞ് നടക്കുക. ഇവള് അപ്പുറത്തോട്ട് കയറി ഇപ്പുറത്തോട്ട് ഇറങ്ങി. കൊള്ളാല്ലേ, കളിപ്പിക്ക. അപ്പോൾ ഇങ്ങനെ ഇതും സെയിം തന്നെയല്ലേ? മഷ്റൂം ഹട്ട്സ്.
ഹട്ട് ഹൗസ് അല്ല, ഹൗസ് എന്ന് പറയാൻ പറ്റുമല്ലോ. ഹട്ടെന്ന് പറയാം. മുകളിൽ മൊത്തം ഉള്ളിലോട്ട് ഇനിയും തോനെ ഉണ്ടല്ലോ. അമ്മ ഉള്ളിലോട്ട് ഇനിയും തോനെ ഉണ്ട് കേട്ടോ. ഗൈസ്, ആ നടുക്കത്തൊരു സാധനം കണ്ടോ? നമ്മൾ നേരത്തെ കണ്ട ഭാഗം അത്. ഇത് അടുത്ത എക്സിറ്റ് ആണെന്നോ അല്ലേ? ആ അത് തന്നെ. അപ്പുറത്തെ ആ സൈഡിൽ ഒരു അടുത്ത എക്സിറ്റ് ഉണ്ട്. 3 എക്സിറ്റ് അങ്ങനെ ടോപ്പ് മോട്ടറിലുണ്ട്. ഇവിടെയൊക്കെ പെയ്ഡ് ഏരിയസാ. കയറാം, നമുക്ക് ഉള്ളിലോട്ട് കയറാം. കയറിയിട്ട് വരാം. അതെ ഞാൻ പറഞ്ഞില്ലേ, ഗോൾഫിൻ്റെ ഏരിയ ആയതൊക്കെ. ഗോൾഫിൻ്റെ ഏരിയ. സിൻഡ്രലയ്ക്ക് മുടിയില്ല ഗൈസ്, സിൻഡ്രലയ്ക്ക് മുടിയില്ല. അത് സിൻഡ്രല അല്ലേ, വേറെന്താ ക്യാരക്ടർ കണ്ടത്? ഗൈസ് ഇനി താഴോട്ട് പോവാം. അണ്ടർഗ്രൗണ്ട് കണ്ടിരുന്നു. അല്ല, ഗൈസ് താഴെ എത്തിയിട്ടുണ്ട്. യെസ്, ഇത് സാധനം നിന്ന് കറങ്ങുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ കറങ്ങിയ ഫ്രണ്ട് ഏരിയയിൽ എത്താറായി. നൈറ്റ് ഇവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇവിടെ സ്പീക്കറൊക്കെ അവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അടുത്ത ഏരിയ മുകളിലോട്ട് നോക്കി. ഇത് കപ്പിൾസിനുള്ളതാണ് ഗൈസ്, നമുക്കുള്ളതല്ല ഗൈസ്. ലൗദിൻ്റെ അത്ഭുതങ്ങളൊക്കെ. കൊട്ടാരമുണ്ട്. ആ കയറി വന്ന വഴി തന്നെ, എൻട്രൻസ് തന്നെ. കയറി വന്ന് തിരിച്ചിറങ്ങി പോകാൻ ടൈമായി. ഇറങ്ങി പോകാറായ ഇനിയുണ്ടല്ലോ. ഇനിയും പോകാണ്ട്. ഉള്ളിലോട്ടുണ്ട്, ഉള്ളിലോട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് ഇതിന് വെള്ളമൊക്കെ ലീക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാദ്യം കണ്ട അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇത് നമ്മൾ വന്ന വഴിയല്ലേ? ഇവിടെ വന്നില്ല. ആ വന്നായിരുന്നമ്മ. ബട്ടർഫ്ലൈ ഉണ്ടാ? മുകളിൽ നിന്ന് വെള്ളം വീണോണ്ടിരിക്കുന്നു, താഴെ കറങ്ങി അവിടെയാണ് നിറയുന്നത്. പിന്നെ
അപ്പം ഇത്രയൊക്കെ ഉള്ളു. അപ്പം ബൈ ഗൈസ്, അടുത്ത വ്ളോഗ് വരും. ഇവിടെ ഒന്നുമില്ല. ആ വന്നായിരുന്നമ്മ. ബട്ടർഫ്ലൈ ഉണ്ടോ? മുകളിൽ നിന്ന് വെള്ളം വീണോണ്ടിരിക്കുന്നു, താഴെ കറങ്ങി അവിടെയാണ് നിറയുന്നത്. എന്നാ ഭംഗി. ഗൈസ് അപ്പം മുകളിലോട്ട് പോകത്തില്ല കേട്ടോ, ക്ലോസ് ആക്കി. പിന്നെ കാത്ത കാണിച്ചോട്.